ഇനി അതിന്റെ നിർമ്മാതാക്കളിലേക്ക് എത്തണം. അത് അന്വേഷണ സംഘത്തിന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ ഇപ്പോൾ എടുത്ത കേസിൽ തെളിവ് നശിപ്പിച്ചതിന് ഉൾപ്പെടെ കേസെടുത്തു എന്നാണ് വാർത്തകൾ പറയുന്നത്. അതിന്റെ ലീഡ് എന്താണ് എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അതായിരുന്നു കഴിഞ്ഞ അന്വേഷണ സംഘം ആഗ്രഹിച്ചിരുന്നത്. അല്ലെങ്കിൽ അവർ വിചാരിച്ചാൽ 2 ആഴ്ച കൊണ്ടോ അന്നായിരുന്നെങ്കിൽ 2 ദിവസം കൊണ്ടോ ചെയ്യാമായിരുന്ന ഒരു കാര്യത്തെ ഈ 2 കൊല്ലം നീട്ടിക്കൊണ്ടുപോയതിന്റെ പിറകിൽ, ഈ വർഗീയ ചേരിതിരിവിനുള്ള ശ്രമങ്ങളുടെ പുറകിൽ പാർട്ടി സെക്രട്ടറി, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ സംരക്ഷണം, പാർട്ടിയുടെയും സർക്കാരിന്റെയും സംരക്ഷണം ഈ ചെയ്യുന്ന ആളുകൾക്ക് അവർ കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിയമപരമായി ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇത് വന്ന വാട്സപ്പ് ഗ്രൂപ്പുകൾ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം, പ്രചരിപ്പിക്കപ്പെട്ട വാട്സപ്പ് ഗ്രൂപ്പുകൾ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇതിനെ തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ അജണ്ടയാക്കിയെടുത്ത നേതാക്കന്മാരാരൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. എതിർ സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള ആളുകളുടെ വൈകാരികമായ പ്രതികരണങ്ങൾ ആ സമയത്ത് നമ്മൾ കണ്ടതാണ്. ഇവിടുത്തെ ഒരു മുൻ MLA ഇത് വെച്ച് പോസ്റ്റ് ഇട്ടുമ്പോൾ എന്ത് വർഗീയതയാണ്ടോ എന്നുള്ള ചോദ്യം ഞങ്ങളോട് ചോദിച്ചവരാണ്. ഞാൻ അന്ന് പറഞ്ഞ വാചകം ഞാൻ ആവർത്തിക്കുന്നു. ആ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ചോദിക്കണമായിരുന്നു. കാരണം നിങ്ങളാണിത് സൃഷ്ടിച്ചത്, നിങ്ങളാണിത് പ്രചരിപ്പിച്ചത്, നിങ്ങളാണിതൊരു ചാപ്പയാക്കി ഞങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചത്, നിങ്ങളാണ് വലിയ വൈകാരികത ഇതിന്റെ പേരിൽ പ്രസംഗിച്ചത്, നിങ്ങളാണ് അന്ന് പറഞ്ഞത് തെരഞ്ഞെടുപ്പുകൾ വരും പോകും, പക്ഷേ ഈ നാട് നിലനിൽക്കണ്ടേ എന്ന ചോദ്യം നിങ്ങൾക്ക് നേരെ തിരിഞ്ഞുകൊത്തുകയാണ്. തെരഞ്ഞെടുപ്പിന്റെ ജയവും പരാജയവും വരും പോവും, പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി നാടിന്റെ ഐക്യത്തെ തകർക്കാൻ നിങ്ങൾ ശ്രമിക്കരുതായിരുന്നു എന്നുള്ളത്. ചില തിരുത്തൽ വാർത്തകളൊക്കെ ചാനലുകളിലും മാധ്യമങ്ങളിലും ഒക്കെ കാണുന്നുണ്ട്, പാർട്ടിയുടെ സമ്മേളനങ്ങളിൽ, കമ്മിറ്റികളിലൊക്കെ. ഞാൻ പറയുന്നു, CPM-ന്റെ പ്രവർത്തകരിൽ, നേതാക്കന്മാരിൽ ആരെങ്കിലും ഇത്തരം വർഗീയ ശ്രമങ്ങളോട് എതിരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെഴുന്നേറ്റ് നിന്ന് ഈ നേതൃത്വത്തിനെതിരെ എന്താണെങ്കിലും തോറ്റു. ജനങ്ങൾ തിരിച്ചറിഞ്ഞു. ഇനി ഇത്തരം ശ്രമങ്ങളെ സംരക്ഷിച്ചു പിടിച്ചവരും ഇത് ഉണ്ടാക്കിയവർക്കുമെതിരെ അതിശക്തമായ ഭാഷയിൽ പ്രതികരിക്കാൻ ആ പാർട്ടിയിൽ കമ്മ്യൂണിസ്റ്റായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെഴുന്നേറ്റ് നിൽക്കേണ്ട സമയമാണ് എന്നുകൂടെ ഞാൻ ഓർമ്മപ്പെടുത്താൻ ശ്രമിക്കുന്നു. അല്ല, അതാ ഞാൻ പറഞ്ഞ ആ ചെറുപ്പക്കാരൻ അയാൾ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? ഇല്ലാത്തൊരു വാട്സപ്പ് ഗ്രൂപ്പിൽ അയാൾ അയക്കാത്ത മെസ്സേജ് അയാളുടെ പേര് പറഞ്ഞ് ഉണ്ടാക്കി അത് പ്രചരിപ്പിച്ച് അയാളെ ഒരു വർഗീയവാദിയാക്കാനുള്ള ഒരു ശ്രമം നടത്തുക. ഞാൻ അതാ പറഞ്ഞു, ഇത് വ്യക്തിപരമായ ഒരാളെ തകർക്കാൻ വേണ്ടി മാത്രമല്ല, അതിനൊരാളെ കരുവാക്കിയിട്ട് അവർ തകർക്കാൻ ശ്രമിച്ചത് നാടിന്റെ ഐക്യമാണ്. കാസിമിന്റെ പ്രസൻസ് ഓഫ് മൈൻഡാണ്. അപ്പോൾ ആ ഫോണും കൊണ്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് പറഞ്ഞത്, എൻ്റെ ഫോണിൽ ഇങ്ങനെ ഒരു ഗ്രൂപ്പില്ല, ഞാൻ ഇങ്ങനെ ഒരു മെസ്സേജ് വായിച്ചിട്ടില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഞാനത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് നോക്കാവുന്നതാണെന്ന് പറഞ്ഞു. പക്ഷെ അപ്പോൾ പോലീസിന് അപ്പം തന്നെ മറുപടിയില്ല. ആ ചെറുപ്പക്കാരനോട് ഇവരുടെ നേതൃത്വം ഉൾപ്പെടെയുള്ളവർ വന്ന് മാപ്പ് പറയണം. കടുത്ത ശിക്ഷ ഈ ശ്രമങ്ങൾ നടത്തിയ ആളുകൾക്കെതിരെ കൊടുക്കാൻ തയ്യാറാവുന്ന തരത്തിൽ ഇതിന്റെ അന്വേഷണം മുന്നോട്ട് പോകണം.